യെസ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ എംപ്ലോയി കോസ്റ്റ് CAS-7 പ്രത്യേകിച്ച് കുറേ കാര്യങ്ങളൊന്നും പറയാനില്ല. പ്രോബ്ലം ചോദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഏരിയയാണ്. കാരണം കുറച്ച് കാര്യങ്ങളെ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. അങ്ങനെ തിയറി ആയിട്ടൊന്നും ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. ബട്ട് ഈ പറയുന്ന പോലെ ഓരോ എക്സാമിന് ഇടവിട്ടിട്ട് നമുക്ക് എന്ത് ചോദിക്കാറുണ്ട്, നമ്മുടെ 7 മാർക്കിൻ്റെ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഒരെണ്ണം ചോദിക്കാറുണ്ട്. ഓക്കെ, സോ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. എന്തൊക്കെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ഒരു മാക്സിമം ഒരു 3-4 മിനിറ്റ് വരുന്ന ഒരു വീഡിയോ ഒന്ന് കേട്ടിരുന്നാൽ ചോദിച്ചാൽ നമുക്ക് ആ 7 മാർക്കും കൂടെ അങ്ങ് സ്കോർ ചെയ്യാം. Okay, the employee cost or labor cost is assigned the considering that the gross pay, that means employer-employee എന്ന് പറയുന്ന റിലേഷൻഷിപ്പിന് കൊടുക്കുന്ന എല്ലാ പേയും കൂടെ ചേർന്ന് തന്നെയാണ്, ഇൻക്ലൂഡിംഗ് ഓൾ അലവൻസ് പേയബിൾ along with the cost of the employer of all benefits. That means എന്തൊക്കെയാണോ കൊടുക്കുന്നത് അതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള അതിനാണ് നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യുക, നമ്മുടെ എംപ്ലോയി കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ആൻഡ് ബോണസ്, ഓക്കെ, ഇവിടെ പറയുന്ന പോലെ അലവൻസ് പോലെ തന്നെ ഏതും ഇൻക്ലൂഡബിൾ ആണ്, ബോണസും ഇൻക്ലൂഡബിൾ ആണ്. Whether the payable as a statutory minimum or on share of surplus or ex gratia payments and leave or in addition to the bonus is treated as part of the employee cost. Okay, so bonus ആയിട്ട് അലവൻസ് ആയിട്ട് എന്ത് കൊടുത്താലും അത് എംപ്ലോയി കോസ്റ്റ് ആണ്, ബോണസ് ആയിട്ട് എന്ത് കൊടുത്താലും നമുക്ക് എംപ്ലോയി കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ആൻഡ് നെക്സ്റ്റ് വൺ, the remuneration payable to the managerial persons കൊടുത്താൽ അതും എംപ്ലോയി കോസ്റ്റ് ആണ്, ഇൻക്ലൂഡിംഗ് എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ്. സോ മാനേജിംഗ് പേഴ്സണൽസിനോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സിനോ കൊടുത്താൽ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, നമ്മുടെ എംപ്ലോയി കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? സോ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരിക്കണം അല്ലെങ്കിൽ മാനേജീരിയൽ പേഴ്സൺ എന്ന് പറഞ്ഞാലേ നമുക്ക് അതിനെ എംപ്ലോയി കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാവും. അടുത്തത് നെക്സ്റ്റ് വൺ, the separation cost related to the voluntary retirement, retrenchment, remuneration should be amortized over the period benefit from such a cost. എത്ര നാളത്തേക്കാണോ ആ കോസ്റ്റ് കൊടുക്കുന്നത് അത്രയും നാളത്തോട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ഇപ്പോൾ ഒരു 10 വർഷത്തെ വർക്കിങ്ങിനാണ് കൊടുക്കുന്നതെങ്കിൽ ആ കൊടുക്കുന്ന എമൗണ്ടിനെ 10 വർഷത്തിലോട്ട് അമോർട്ടൈസ് ചെയ്യണം എന്നർത്ഥം. അടുത്തത്, എമൗണ്ട് പേയബിൾ ടു ദ എംപ്ലോയീസ് ഡ്യൂറിംഗ് ദ ലേ ഓഫ് പീരീഡ് ഓർ ദ സ്ട്രൈക്ക് പീരീഡ് ഓർ ഡ്യൂറിംഗ് ദ സസ്പെൻഷൻ ഈസ് നോട്ട് ഇൻക്ലൂഡബിൾ. ഈ പറയുന്ന സ്ട്രൈക്ക് പീരീഡിനകത്തോ ലേ ഓഫ് പീരീഡിനകത്തോ എന്തെങ്കിലും തരത്തിലുള്ള പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യരുത്, എംപ്ലോയി കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്. ആൻഡ് നെക്സ്റ്റ് വൺ, the cost of employee share option, okay, ശ്രദ്ധിക്കേണ്ടതാണ്. കോസ്റ്റ് ഓഫ് എംപ്ലോയീസ് ഷെയർ ഓപ്ഷൻ ഈസ് ട്രീറ്റഡ് ആസ് പാർട്ട് ഓഫ് എംപ്ലോയി കോസ്റ്റ്. ഷെയർ ഓപ്ഷൻ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിനെ എംപ്ലോയി കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ബട്ട് അതൊരിക്കലും എന്തായിരിക്കരുത്, നോഷണൽ ആയിരിക്കരുത്. ആക്ച്വലി അത് കൊടുത്തിരിക്കണം. മനസ്സിലായോ? സോ ഷെയർ ഓപ്ഷൻ ആയിട്ട് ഈ പറയുന്ന എംപ്ലോയീസിന് എന്തെങ്കിലും അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് നോഷണൽ ആണെങ്കിൽ അതിനെ ട്രീറ്റ് ചെയ്യരുത്, അത് ആക്ച്വൽ പേയ്മെന്റ് ആണെങ്കിൽ മാത്രമേ അതിനെ ട്രീറ്റ് ചെയ്യാവൂ. ആൻഡ് ഗ്രാറ്റുവിറ്റി, പെൻഷൻ ആൻഡ് അതർ സൂപ്പറാനുവേഷൻ ബെനിഫിറ്റ് മെഷർഡ് യൂസിംഗ് ദ ആക്ച്വൽ വേരിയേഷൻ മെത്തേഡ് ഓർ എനി അതർ മെത്തേഡ് ആസ് പാർട്ട് ഓഫ് എംപ്ലോയി കോസ്റ്റ്. ഗ്രാറ്റുവിറ്റിയോ പെൻഷനോ എങ്ങനെ വേണേലും ആയിക്കോട്ടെ, അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, എംപ്ലോയി കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. Amortized separation cost related to the voluntary retirement, retrenchment and termination for the period is treated as indirect cost and assigned to the cost object. നമുക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സാധനം ഇതാ, അൺഅമോർട്ടൈസ്ഡ് എമൗണ്ട് റിലേറ്റിംഗ് ടു ദ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ്. മനസ്സിലായോ? സോ ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ ആണ്, അവിടെ അൺഅമോർട്ടൈസ്ഡ്, ആ എമൗണ്ട് അവർ അമോർട്ടൈസ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല, എംപ്ലോയി കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. സോ ഒന്ന് ഓർത്ത് വെക്കണേ, എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന അൺഅമോർട്ടൈസ്ഡ് കോസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അൺഅമോർട്ടൈസ്ഡ് കോസ്റ്റ് ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനെ എംപ്ലോയി കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് നെക്സ്റ്റ് വൺ, ഇമ്പോർട്ടൻറ്റ് വൺ, ഇതില്ലാത്ത എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കില്ല. ഏത് CAS-7 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നതെങ്കിൽ ഇത് എന്തായാലും ഉണ്ടാവും. റിക്രൂട്ട്മെന്റ് കോസ്റ്റോ ട്രെയിനിങ് കോസ്റ്റോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റേ ഈ എംപ്ലോയീസിന് എഡ്യൂക്കേഷൻ കൊടുക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള കോഴ്സുകളാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല, ഈ എംപ്ലോയി കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ഇവിടെ നോക്കി ശ്രദ്ധിക്കേണ്ടത്, ഓവർ ടൈം പ്രീമിയം ഓർ ഐഡിൽ ടൈം കോസ്റ്റ്. ഓവർ ടൈം പ്രീമിയം കൊടുക്കുകയോ ഐഡിൽ ടൈം ആയിട്ട് കൊടുക്കുകയോ ചെയ്യണമെന്ന് വിചാരിക്കുക. ഡയറക്ട്ലി should be assigned to the directly cost object or treated as overhead depending upon the economic feasibility. മനസ്സിലായി? അതായത് ഷുഡ് ബി അസൈൻ ഡയറക്ട്ലി ടു എ കോസ്റ്റ് ഒബ്ജക്ട്. ഒരു കോസ്റ്റ് ഒബ്ജക്റ്റിലോട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ ചാർജ് ചെയ്യാം, അതല്ലെങ്കിൽ അതിനെ ഓവർഹെഡ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. അത് ഏതിന്റെ അടിസ്ഥാനത്തിലിരിക്കും, ഈ പറയുന്ന അതിന്റെ എക്കണോമിക് ഫീസിബിലിറ്റിക്ക് അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. മനസ്സിലായി? സോ നോർമലി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിന് നിങ്ങൾ ഏതായിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്, നമ്മുടെ എംപ്ലോയി കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. ക്ലിയർ? ആൻഡ് വേർ ദ എംപ്ലോയി സർവീസ് ഓർ കോസ്റ്റ് ഈസ് ഡയറക്ട്ലി ട്രേസബിൾ ടു എ കോസ്റ്റ് ഒബ്ജക്ട്. ഏതെങ്കിലും ഒരു കോസ്റ്റ് ഒബ്ജക്റ്റിലോട്ട് ഡയറക്ട്ലി ട്രേസബിൾ ചെയ്യാൻ പറ്റില്ലാത്തതാണ്, ഈസ് ഡയറക്ട്ലി ട്രേസബിൾ ടു കോസ്റ്റ് ഒബ്ജക്ട്, സച്ച് കോസ്റ്റ് ഈസ് അസൈൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ടൈം കൺസ്യൂമർ. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഒന്ന്, ഡയറക്ട്ലി ട്രേസബിൾ ആണെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ നോട്ട് ഡയറക്ട്ലി ട്രേസബിൾ ആണെങ്കിൽ എന്താണോ ഈ പറയുന്ന പോലെ ടൈം കൺസ്യൂമിങ് അതിനനുസരിച്ചിരിക്കാം. മനസ്സിലായോ? സോ ഒരു എംപ്ലോയി കോസ്റ്റ് ഉണ്ടായി, ആ എംപ്ലോയി കോസ്റ്റ് ഉണ്ടായത് 2 പ്രൊഡക്റ്റുകൾക്ക് വേണ്ടിയിട്ടാണെന്ന് കരുതുക. ആ 2 പ്രൊഡക്റ്റിലോട്ടും ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ 2 പ്രൊഡക്റ്റിലോട്ടും ഡയറക്റ്റ് ആയിട്ട് ചാർജ് ചെയ്യാം. ഇനി അതർവൈസ് അങ്ങനെ ചാർജ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അവർ അതിന് എടുത്തിരിക്കുന്ന ടൈം എത്രയാണോ ആ ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എംപ്ലോയി കോസ്റ്റിനെ ചാർജ് ചെയ്യേണ്ടി വരും. ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് വൺ പോയിന്റ് ടു റിമെമ്പർ, വേജസ് ടു ദ കോൺട്രാക്ടേഴ്സ് എംപ്ലോയീസ്. 2 എണ്ണമാണ്. നിങ്ങളൊരു കോൺട്രാക്ടറിനെ നിർത്തി ആ കോൺട്രാക്ടർക്ക് നിങ്ങളൊരു കോൺട്രാക്ടറിനെ നിർത്തി ആ കോൺട്രാക്ടേഴ്സ് എംപ്ലോയീസിനെ നിർത്തി ആരുടെ കീഴിൽ, ആ കോൺട്രാക്ടറിൻ്റെ കീഴിൽ.
അങ്ങനെയാണെങ്കിൽ ആ കോൺട്രാക്ടർക്ക് അല്ലെങ്കിൽ ആ കോൺട്രാക്ടറുടെ എംപ്ലോയീസിന് കൊടുക്കുന്ന എംപ്ലോയി കോസ്റ്റ് അല്ല. പക്ഷേ നമ്മളൊരു കോൺട്രാക്ടൽ ബേസിനകത്ത് ഒരു എംപ്ലോയിനെ നിർത്തിയെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് എംപ്ലോയി കോസ്റ്റാണ്. മനസ്സിലായോ? നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ഒരു കോൺട്രാക്ടൽ എംപ്ലോയിയാണ് നിർത്തിയിരിക്കുന്നതെങ്കിൽ അത് എംപ്ലോയി കോസ്റ്റാണ്. പക്ഷേ നേരെ തിരിച്ച് നിങ്ങളൊരു വർക്ക് കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നു, ആ വർക്ക് കോൺട്രാക്ട് എടുത്തിരിക്കുന്ന കോൺട്രാക്ടർ അയാളുടെ എംപ്ലോയീസിന് കൊടുക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല, എംപ്ലോയി കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് കോസ്റ്റ് റിലേറ്റഡ് ടു ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എനി കൈൻഡ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂഡ് ഓപ്പറേഷൻസ് എന്ന് കേൾക്കുകയാണെങ്കിൽ അതിന് ഉറപ്പായിട്ടും നമുക്ക് ട്രീറ്റ് ചെയ്യരുത്. അരിയേഴ്സ് ഓഫ് സാലറി എടുക്കരുത്. അതേപോലെ തന്നെ ഭാവിയിൽ സാലറി കൊടുക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള പ്രൊവിഷൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെയും ട്രീറ്റ് ചെയ്യരുത്. കോമ്പൻസേഷൻ പെയ്ഡ് അഗെയിൻസ്റ്റ് പാസ്റ്റ് പീരീഡ് അഗെയിൻസ്റ്റ് ദ കോർട്ട് ഓർഡർ, ഏതെങ്കിലും നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ വിധി വന്നു, പഴയ അല്ലെങ്കിൽ ഈ പറയുന്ന കേസിൽ കിടക്കുന്നുണ്ടായിരുന്ന സാലറി ഇപ്പോൾ കൊടുക്കണം എന്നാണ് വിധി വന്നെങ്കിൽ കേസ് കൊടുക്കുന്നതുകൊണ്ട് അല്ലെങ്കിൽ ആ പറയുന്ന സാലറി കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അതിനെ എന്താണ് ട്രീറ്റ് ചെയ്യരുത്? നമ്മുടെ CA 7 പ്രകാരം എംപ്ലോയി കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്. സബ്സിഡി റിസീവ്ഡ് ഫ്രം ഗവൺമെന്റ് തീർച്ചയായിട്ടും മൈനസ് ചെയ്യണം. ക്ലിയർ? എംപ്ലോയീസിന് സാലറി കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള സബ്സിഡി കിട്ടുവാണെങ്കിൽ അത് മൈനസ് ചെയ്യണം, നോ ഡൗട്ട്. ബട്ട് ഇവിടെ കണ്ടോ, സബ്സിഡി ടു ദ എംപ്ലോയീസ്, ഏതൊരു ക്ലാസ്സിൽ ഞാൻ പ്രോബ്ലം ചെയ്യുമ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നപ്പോൾ പിള്ളേരെല്ലാവരും അത് മൈനസ് ചെയ്ത് വെച്ച്, സാറേ സബ്സിഡി അല്ലേ എന്ന് ചോദിച്ചിട്ട്. പക്ഷേ ഇവിടെ നേരെ തിരിച്ചാ, ഇവിടെ എംപ്ലോയർ ആണ് സബ്സിഡി കൊടുക്കണേ. അതിനാണ് ഞാൻ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞത്. ആ ക്വസ്റ്റ്യൻ അങ്ങനെയായിരുന്നു. ക്യാൻറ്റീൻ എക്സ്പെൻസിന് വേണ്ടിയിട്ട് എംപ്ലോയിക്ക് എംപ്ലോയർ സബ്സിഡി കൊടുക്കുക. ക്ലിയർ? സോ ഗവൺമെന്റിൽ നിന്ന് സബ്സിഡി കിട്ടുവാണെങ്കിൽ മാത്രം മൈനസ് ചെയ്താൽ മതി. ഇവിടെ ഇതിനെ എംപ്ലോയി കോസ്റ്റ് ആയിട്ട് തന്നെ ആഡ് ചെയ്യണം. കാരണം എന്താ, എംപ്ലോയീസിന്റെ ക്യാൻറ്റീൻ എക്സ്പെൻസിന് വേണ്ടിയിട്ട് സബ്സിഡി കൊടുത്തിരിക്കുക. റിക്കവറബിൾ എമൗണ്ട് ഫ്രം എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള എമൗണ്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ മൈനസ് ചെയ്യണം. എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു ലേബർ അല്ല, എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ ടു PF. ഓക്കെ, ദാറ്റ് മീൻസ് എംപ്ലോയീസിന്റെ കോൺട്രിബ്യൂഷൻ ഒരിക്കലും എന്തായിട്ട് ട്രീറ്റ് ചെയ്യരുത്, എംപ്ലോയി കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യരുത്. അതിനെ നമ്മൾ ഒഴിവാക്കണം. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ടു PF മാത്രമാണ് എംപ്ലോയി കോസ്റ്റ്. എംപ്ലോയിക്ക് കിട്ടുന്ന സാലറി എംപ്ലോയി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു അഡീഷണൽ ബെനിഫിറ്റ് ആവുക? സോ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ PF-ലോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യരുത്. ആൻഡ് ഫ്രീ അക്കോമഡേഷൻ ടു ഓൺ എംപ്ലോയീസ്, അത് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നേ. അതായത് എംപ്ലോയിക്ക് താമസിക്കാൻ വേണ്ടി എംപ്ലോയർ റെന്റിന് എടുത്തു കൊടുത്തു. സോ തീർച്ചയായിട്ടും അത് ഈ പറയുന്ന പോലെ എംപ്ലോയി കോസ്റ്റാണ്. നേരെ തിരിച്ച് രണ്ടാമത്തെ കേസിനകത്ത് എംപ്ലോയിക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് എംപ്ലോയറുടെ വീട് കൊടുത്തു, ഓൺ അക്കോമഡേഷൻ എന്ന് പറയുന്നത് എംപ്ലോയിക്ക് കൊടുത്തു. എന്നിട്ട് അവിടെ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു, മുനിസിപ്പൽ ടാക്സ് കൊടുത്തിട്ടുണ്ട്, ഡിപ്രീസിയേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ചുമ്മാ ചിന്തിച്ച് നോക്കി, അതെല്ലാം എംപ്ലോയി അവിടെ താമസിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അതും എന്താണ് ട്രീറ്റ് ചെയ്യണം, എംപ്ലോയി കോസ്റ്റ് ആയിട്ട് ആഡ് ചെയ്യണം. മനസ്സിലായി? അതായത് എംപ്ലോയറുടെ വീട്ടിൽ എംപ്ലോയി താമസിക്കുന്നു, അതുകൊണ്ട് എംപ്ലോയർക്ക് കുറേ ഈ കൈൻഡ്സ് ഓഫ് മുനിസിപ്പൽ ടാക്സ്, ഡിപ്രീസിയേഷൻ തുടങ്ങിയ എക്സ്പെൻസുകൾ ഉണ്ടാകുന്നു. അതിനെ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും, എംപ്ലോയി കോസ്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. സോ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രോബ്ലം ചെയ്യാൻ പാകത്തിന് ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ക്ലിയർ? മേ ബി എക്സാമിന് ചോദിച്ചേക്കാം, അതുകൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ക്ലിയർ ആയി? നമ്മൾ ആ മെറ്റീരിയലിനകത്തുള്ള പ്രോബ്ലംസ് ഒന്ന് ക്യുമുലേറ്റീവ് ആയിട്ട് ഒന്ന് ഓടിച്ച്, ഈ വീഡിയോ കണ്ടിട്ട് അതൊന്ന് ഓടിച്ച് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഐഡിയ നമുക്ക് കിട്ടും. ഓക്കെ.